Ubabala Baragavasha Barabashapana Baragashala Barahar. Actually ഇന്ന് ഹാലില് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എന്താ പറയാ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഞാൻ ഇടപെട്ട കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നുണ്ട്. അതിനകത്ത് കാരണമുണ്ട്. ഹാലി പലർക്കും ഇന്നും ഹാലി വളരെ സംശയമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വരുമ്പോൾ അത് ദൈവം തരുന്നതാണോ പിശാച് തരുന്നതാണോ? ഒരു കൂട്ടർ പറയും ദൈവം കഷ്ടങ്ങളും തരില്ല, കാരണം അതിന് ആധാരമായിട്ട് അവർ പറയുന്നത് ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കത്തില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മറ്റൊരു കൂട്ടർ പറയും ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആമേൻ അറിയാണ്ട് ഒന്നും വരില്ല. ഇതിൽ ഏതാണ് സത്യം എന്നറിയണമെങ്കിൽ ഹല്ലേലൂയ നമ്മളെപ്പോഴും ഹല്ലേലൂയ ആമേൻ ഇയ്യോബിന്റെ പുസ്തകമാണ് സഹിഷ്ണുതയിലേക്ക് നമ്മൾ എടുക്കുന്ന, കാരണം പിശാചിന് ദൈവം അനുവദിച്ചു കൊടുക്കുന്നതായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവിടെയും പറയും പിശാച് ചെന്ന് ഇങ്ങനെ ചോദിക്കും, വാദിക്കുമ്പോഴേ ദൈവം കൊടുക്കുന്ന, അല്ല ദൈവം കൊടുക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ രാവിലെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ കാര്യം ഇങ്ങനെ ദൈവത്തോട് വീണ്ടും പറ്റും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം അനുസരിച്ച് ഞാൻ പറയും ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. നന്മയാണ് തിന്മയാണ് ദൈവം അറിയേണ്ടൊന്നും വരത്തില്ല. കാരണം ദൈവം അത്രയ്ക്ക് വലിയ അതോറിറ്റിയാണ്, അത്ര വലിയ പവർ. അപ്പം ഞാൻ ഇന്നലെ അത് മനസ്സിലിട്ടുകൊണ്ടിരുന്നു ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ദൈവത്തിനെ വീണ്ടും ചോദിച്ചു, കർത്താവിനോട് പറഞ്ഞ് അതിനുള്ള ആൻസർ നീ ഇവിടെ വേറെ ചോദിക്കാനൊന്നും വേണ്ട, ഈ ഒരു പുസ്തകം ആദ്യത്തെ ഒന്ന് അതേ തന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ കർത്താവ്? അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ് യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ യഹോവ ഭൂമി അത് അതിന് 7-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ചോദിക്കും യഹോവ വായിച്ചോ 7-ഉം 8-ഉം വായിച്ചോ. യോബ് 1-ന്റെ 7-ഉം 8-ഉം. യോബ് യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനെ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്ന ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളിച്ചത്. കാരണം ഇവിടെ സാത്താൻ പറഞ്ഞത് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ട് വരുന്നു എന്നേ പറഞ്ഞുള്ളൂ. അവിടെ ഒരിക്കലും സാത്താൻ ഞാൻ യോവനെ നോക്കിയിട്ട് വന്നെന്ന് പറഞ്ഞില്ല. പക്ഷേല് ദൈവം തൊട്ടടുത്ത ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുക, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഹല്ലേലൂയ. അപ്പം ദൈവം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യം എന്റെ ദാസനായ യോബ്, അവിടെ എഴുതിയേക്കുന്നത് അങ്ങനെ തന്നെ എന്റെ മകനായ യോബ് എന്നല്ല, എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുമ്പം ദൈവം പറഞ്ഞത് എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ച് നോക്കിയതേ ഉള്ളൂ. പിശാചർ ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യമുണ്ട്, പക്ഷേ നോക്കിയപ്പോ തന്നെ ദൈവം അത് അറിഞ്ഞെങ്കിൽ എന്റെ മക്കളുടെ നേരെ പിശാച് നോക്കിയാൽ ഹല്ലേലൂയ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത് ഞാൻ അറിയത്തില്ലയോ? ആമേൻ. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അവിടെ എഴുതിയ യോബിന്റെ പുസ്തകത്തിൽ ദൈവം ഇന്നലെ എന്നെ ഇടപെട്ട വചന അവിടെ എഴുതിയ കൃത്യമായിട്ട് എന്റെ ദാസന യോബിന്റെ മേൽ നിന്ന് ദൃഷ്ടി വെച്ചു എന്ന് ദൈവം അങ്ങോട്ട് പിശാചോട് ചോദിക്കുക ചെയ്യുന്നത്. അപ്പം ആ ദാസനായിരിക്കുന്ന യോബിനെ പിശാചൊന്ന് നോക്കിയപ്പം സ്വർഗത്തിലെ ദൈവം തിരിച്ചറിഞ്ഞെങ്കിൽ മക്കളായ നമ്മളെ മേൽ എത്ര അധികമായിട്ട് ദൈവത്തിന് ശ്രദ്ധയുണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പിശാച് കയറി, ഒരു രോഗം വന്നു, ഒരു ഭാരം വന്നു, ഒരു തകർച്ച വന്ന്, മറ്റെന്തെങ്കിലും വന്നു എന്ന് പറയുമ്പം ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ചിട്ടല്ല ഇതൊന്നും വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാഞ്ഞിട്ടും അല്ല വരുന്നത്. ദൈവത്തിന്റെ കണ്ണ് ദൈവം അത് അറിയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ദൈവം അനുവദിച്ചു കൊടുക്കാതെ വരുമോ? ഇല്ല. ഒരു ദാസനായ യോബിനെ ഒന്ന് തൊടണമെങ്കിൽ എന്ന് ദൈവത്തിന്റെ പെർമിഷൻ വാങ്ങുന്ന പിശാച് മക്കളായ നമ്മളെ തൊടണമെങ്കിൽ എത്രയധികം പോയി വാങ്ങും? കയറുമോ ഇങ്ങോട്ട്? 7 അയലത്ത് വരുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടത വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും, ഏത് പ്രയാസം വന്നാലും ദൈവം അറിയാണ്ട് അല്ല അത് വരുന്നതെങ്കിൽ ദൈവം അനുവദിച്ചു കൊടുത്തിട്ടാ വരുന്നത് തന്നെ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആരെങ്കിലും വിചാരിക്കണം അയ്യോ, പല ആൾക്കാരും പറയുന്ന നന്മയെല്ലാം ദൈവത്തിൽ നിന്ന്, തിന്മയെല്ലാം പിശാച്. സത്യം, പിശാചാണ് തിന്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പക്ഷെ അത് ദൈവം അറിയാണ്ടല്ല വരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ദൈവം കണ്ണ് കാണാതിരിക്കുന്നതൊന്നും അല്ല. ആരും ചെന്ന് വിളിച്ച് പറയുമ്പോഴും അല്ല. കാരണം നമ്മുടെ മേലെ എപ്പോഴും ദൃഷ്ടി വെച്ച് 26 നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കണ്ണിലെ കൃഷ്ണനെ പോലെ കാത്ത് പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഇത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്താം. അതുകൊണ്ട് ദൈവം അതുപോലെ പറയുന്നുണ്ട്, ദൈവം ആരുടെ മേലും ദൈവത്തിന് ഭോഷ്കിന്റെ ആത്മാവ്, ദുരാത്മാവ് ഇതൊന്നും ദൈവത്തിൽ നല്ല, ഇതെല്ലാം പിശാചിന്നാ വരുന്നത്. ദൈവം ആരുടെ മേലെ അതൊന്നും അയക്കത്തില്ല എന്ന് പറയുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വായിക്കാവോ? 1 ശമൂവേൽ 18:10. 1 ശമൂവേൽ 18:10.
പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉന്മാദാവസ്ഥയിലായി ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് മതി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. എവിടുന്നാ ദുരാത്മാവ് വന്നത്? ദൈവം അറിയാണ്ട് പിശാച് ഒളിച്ചു വന്ന് ശൗലിന്റെ മേൽ കയറിയെന്നാണ് എഴുതിയേക്കുന്നത്. അല്ല, ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അപ്പൊ ദുരാത്മാവ് ആരുടെയെങ്കിലും ജീവിതത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദൈവം അറിയാണ്ടല്ല അത് കയറിയിരിക്കുന്നത്. ദൈവം അറിയാണ്ടല്ല നമ്മുടെ ജീവിതത്തെ അത് എഫക്ട് ചെയ്തിരിക്കുന്നത്. ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ഞാൻ പറയും, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരാത്മാവ് കയറിയിട്ടുണ്ടെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട്. കാരണം ദൈവം ചെയ്യുന്ന എല്ലാം നന്മയ്ക്കാണ്, ദൈവം അനുവദിച്ചെടുക്കുന്ന ഒക്കെ നന്മയ്ക്കാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അതിനെ ഒന്നും കൂടെ ദൈവം നമ്മളെ ഒന്നുകൂടെ അതിലൂടെ കടത്തി കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ദൈവത്തെ അടുപ്പിക്കുകയല്ല, ദൈവത്തെ ചേർന്നിരിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുന്നത്. പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട്, രോഗം വരുമ്പോഴാണ് ദൈവമേന്ന് വിളിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നതും സമയമില്ലെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവർ പോലും ജീവിതത്തിൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചില മുഖാന്തരങ്ങളിലൂടെ നമ്മളെല്ലാം ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അങ്ങനെ കണ്ടുമുട്ടാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ അത് വരുന്നത് ഒരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ അതിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 9:23 വായിക്കാവോ? 9:23 9:23 ദൈവം അബീമേലെക്കിനും ശെഖേം പൗരന്മാർക്കും തമ്മിൽ ചിത്രബുദ്ധി വരുത്തി. ശെഖേം പൗരന്മാർ അബീമേലെക്കിനോട് ദ്രോഹം തുടങ്ങി. അങ്ങനെ യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമേലെക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശെഖേം പൗരന്മാരും ചുമക്കുകയും ചെയ്തു. മതി. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്, the God sent an evil spirit between Abimelech and the men of Shechem. And the men of Shechem dealt treacherously with the Abimelech. അവിടെ God sent an evil spirit between Abimelech and Shechem. മെൻ ഓഫ് ഷേക്കം എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന അവിടെ ദൈവം ഇവിടെ മലയാളത്തിൽ ദൈവം അബീമേലെക്കിന്റെ ശെഖേം പൗരന്മാർക്ക് തമ്മിൽ ചിത്ര ബുദ്ധി വരുത്തി, ഒരു ഭിന്നത വരുത്തി. എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഇടയിൽ ഒരു സുബോധമില്ലാത്ത അവസ്ഥ വരുത്തി. ഹാലേലൂയ. അപ്പൊ അതെന്താ അങ്ങനെ വന്നിട്ട് ദൈവം ഒരു ദുരാത്മാവിനെ അതിനുവേണ്ടി അയക്കുന്നു. അപ്പൊ ദി ഗോഡ് സെൻഡ് ആൻ ഈവിൽ സ്പിരിറ്റ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ ദുരാത്മാവ് ദൈവത്തിൽ നിന്ന് അല്ലേ വരുന്നത് എന്നുള്ളത്. ഇതൊന്നും പോണ്ട. നമ്മുടെ പുതിയ നിയമം എടുത്താൽ നമ്മുടെ പൗലോസിന്റെ മേല് പൗലോസിനെ കുത്താനായിട്ട് ദൈവം ആരെ? സാത്താന്റെ ദൂതനെ തന്നെ ഏൽപ്പിച്ചു. എന്താ? വെളിപ്പാടുള്ള ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ഹാലേലിയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിഗളങ്ങള് ചില കാര്യങ്ങളൊക്കെ വന്ന് കയറുമ്പോൾ അവിടെയൊക്കെ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹാലേലിയ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത്, നമുക്കൊക്കെ ചില സമയങ്ങളിൽ ഹാലേലിയ നിഗളം വരാറുണ്ട്. ഹാലേലിയ നമ്മൾ എന്തോ ആണെന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ എന്നുള്ളത് അത് വരുമ്പോൾ നമ്മൾ ചിലപ്പം ശരിക്കും നമ്മുടെ ജീവിതത്തിലൊന്നും ചില പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും ഞാൻ പറയാം ബോഡി ലാംഗ്വേജിലെങ്കിലും ആറ്റിറ്റ്യൂഡിലെങ്കിലും ഹാലേലിയൊക്കെ വരാറുണ്ട്. ഹാലേലിയ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചിലരൊക്കെ നിഗളമെന്നല്ല, അതിന് പ്രൈഡ്, നമുക്കൊരു അഹങ്കാരം എന്ന് പറയാൻ പറ്റത്തില്ല, ചില ഇത്തിരി അഭിമാനം വെച്ച് കൂടിപ്പോയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഹാലേലിയ ദൈവം അതിനെല്ലാം മാറ്റാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഹാലേലിയ. അവിടെയും പൗലോസിന് എന്തിനാ കൂടെ വെളിപ്പാട് ആദ്യം എന്ന് വെച്ചാൽ അത്രത്തോളം വെളിപ്പാട് പ്രാപിച്ച മനുഷ്യൻ 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടതാണ്. ഹാലേലിയ ദൈവത്തെ നേരിട്ട് പ്രാപിച്ച മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോഴെങ്ങാണിച്ച് നഗളം വന്നു പോയാലോ എന്ന് വിചാരിച്ച് ഇത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് ഞാൻ പറയുന്ന പൗലോസ് ഇപ്പോഴും ഹാലേലിയ പൗലോസ് അവിടെയൊക്കെ പറയുന്നത്
എന്താ? എന്നിട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരു കാര്യം, എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിൽ അതെല്ലാം തകർത്ത് കളയും. പക്ഷെ ദൈവം അറിയാണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു എന്ന് ആരും പറയരുത്. ദൈവം അറിയാണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം വന്നു, ഒരു ഭാരം വന്നു, ഒരു ദുരാത്മാവ് വന്നു, അല്ലെങ്കിൽ ഒരു ഭൂതം വന്നു എന്നും പറയടിയില്ല. കാരണം ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്നലെ രാത്രി എന്നോട് ദൈവം അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒരു വാക്യം കൂടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയഭാഷ പ്രസംഗിച്ച് പറഞ്ഞ് ഭാഗം നിമിഷം ദൈവം എന്നോട് കുറച്ചുകൂടെ കൃത്യമായിട്ട് അതിനെപ്പെട്ട് നമ്മൾ കാണുന്ന അമ്മയും 30 വർഷമായ കിടക്കുന്ന ഒരു തളർവാദ രോഗിയെ കുറിച്ച് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് തോന്നല്ലേ നമ്മൾ വായിക്കുന്നത്, അല്ലേ? ബെത്സേദ കുളക്കടയിൽ കിടക്കുന്ന 38 വർഷം ഒരു തളർവാദ രോഗി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം ആദ്യത്തെ 2-ാം വാക്യം ഒന്ന് വായിച്ച്. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 വർഷം രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി. മതി അടക്കെന്ന് പറഞ്ഞ ഉടനെ അവന് സൗഖ്യം കിടക്കിടുന്നു. ഇവിടെ പറയുന്നത് ആമി അവിടെ. എന്നാൽ 38 വർഷമായിട്ട് രോഗം പിടിച്ചു കിടന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യേശു കർത്താവ് ഭൂമിയിൽ വന്നിട്ട് ജനിച്ചിട്ട് ആകപ്പാട് ജീവിച്ച് 33.5 വർഷക്കാലമാണ്. ഈ മനുഷ്യൻ അവിടെ കിടക്കാൻ തന്നെയാണ് 38 വർഷമായി. അപ്പൊ ഏറിയ കാലമായിട്ട് ഇവിടെ അപ്പൊ 38 വർഷം ഇവിടെ കിടക്കാന്ന് ദൈവത്തിന് അറിയാം. എപ്പോൾ മുതൽ അറിയാം? ഇവിടെ ഭൂമി വന്നതിന് ശേഷമോ എന്നാൽ കുളക്കടവിൽ ചെന്നപ്പോഴോ അല്ല യേശു കർത്താവ് തിരിച്ചറിഞ്ഞു. യേശു കർത്താവ് സ്വർഗത്തിൽ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കണ്ട. പക്ഷെ അന്നേരം ദൈവത്തിന് കർത്താവിന് അവിടെ നിന്നിട്ട് പിടിയൊക്കെ അടുത്ത് ചെല്ലണ്ട, കിടക്കെടുത്ത് നടക്കാൻ പറയേണ്ട, ഒന്നും വേണ്ട. ഹല്ലേലൂയ. അപ്പൊ എന്ന് വെച്ചാൽ യേശു കർത്താവ് ഭൂമി ജനിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ രോഗിയാ. സാറേ മിസ്റ്റർ ക്യാമറ ഇച്ചിട്ട് അല്ലെങ്കിൽ ആരും വേറെ എല്ലാവരും ക്യാമറ ഉണക്കുക, എനിക്കത് മൂവൊന്നും കാണുന്നില്ല. അല്ലേ? അപ്പൊ ഈ മനുഷ്യൻ ദേശകത്ത് ഭൂമി ജനിക്കുന്നതിന് മുമ്പേ ഈ മനുഷ്യൻ രോഗിയാണ്. ദൈവം ഭൂമിയിലേക്ക് വന്ന് എന്നുവെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, മനുഷ്യനായി വരും പിറക്കുന്നതിന് മുമ്പ് മുതലേ രോഗിയാണ്. അപ്പൊ അന്ന് പോലെ ഇയാൾ രോഗിയാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അന്ന് വിടുവിക്കായിരുന്നു. ഭൂമിയിൽ അയക്കുമ്പോൾ യേശു കർത്താവ് എന്ത് വേണം? നടത്തി ചെല്ലണം. അടുത്തിട്ട് പോകാൻ പറയണം, പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ സ്വർഗത്തിരിക്കുമ്പോൾ ഇതൊന്നും വേണ്ട. പക്ഷെ അന്ന് വിടുവിച്ചോ? ഇല്ല. ഇനി ഭൂമി വന്നിട്ട് 33.5 വർഷത്തിൽ 30 വയസ്സ് വരെ ശുശ്രൂഷ ഒന്നും ചെയ്തില്ല യേശു കർത്താവ്. അപ്പരമ്മമാർക്ക് ഒതുങ്ങി ജീവിച്ചു. 3.5 വർഷമായി ശുശ്രൂഷ എന്നാ ഇവിടേക്ക് വന്നത് എഴുതിയിട്ടില്ല കൃത്യമായിട്ട്. എന്തായാലും ശുശ്രൂഷ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്, നമുക്കറിയാമല്ലേ. അതിന് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്നേരം വിടുവിച്ചില്ല. കാരണം അവിടെയൊക്കെ ദൈവത്തിന് ഒരു സമയമുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ വിടുതൽ കൽപ്പിക്കാനായിട്ട്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നോട് ദൈവം തന്നെ എന്നോട് പറയാറുണ്ട്. കാരണം പല ആൾക്കാരും പലരെയും കൊണ്ട് സാക്ഷ്യം പറയിക്കുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചു, അത് മാറി, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മാറി, ഞാൻ പ്രാർത്ഥിച്ചു ഇത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ അവരുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യും, മീറ്റിംഗ് കൂടുകയും അല്ലെങ്കിൽ ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വർഷങ്ങളായിട്ട് ഒരു വിടുതലുമില്ലാതെ, എത്ര പ്രാവശ്യം ഒരു വിടുതലുമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ എടുത്ത് നിർത്തിയിട്ട് പറയൂ, ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചാണ്, ഇവർക്കൊരു വിടുതലില്ല കേട്ടോ എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഈ പ്രാർത്ഥിക്കുന്ന ആളുടെ മഹത്വം കൊണ്ടല്ല വിടുതൽ സംഭവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പം പ്രാർത്ഥിക്കും. ഇവിടെ ഓരോരുത്തരും സിസ്റ്ററെ പ്രാർത്ഥിച്ച് അങ്ങനെ വന്ന് സൗഖ്യം വന്നു, അല്ലെങ്കിൽ ഇത് വന്ന് അത് ഗതിന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയും, പ്രാർത്ഥിക്കുന്നത് എൻ്റെ മഹത്വത്തിലല്ല ഇത് നടക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം. കാരണം വെച്ചാൽ അതിപ്പോൾ ആര് പറഞ്ഞു, ഏത് പാസ്റ്റ് പറഞ്ഞാലും ഞാൻ പറയണം, പ്രാർത്ഥിക്കുന്ന അവരുടെ മഹത്വത്തിലല്ല ഇത് നടക്കുന്നത്. കാരണം ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമിലാണ് നടക്കുന്നത്. ആമേൻ.
ആ ദൈവദാസനല്ലേ, ദൈവദാസൻ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം. അതുകൊണ്ടാണ് വിടുതൽ നടക്കുന്നത്. അല്ലാതെ നമ്മൾ എന്നാൽ പ്രാർത്ഥിക്കരുത് എന്നല്ല അതിനർത്ഥം. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അതുമേൽ മഹത്വം കൊടുക്കാനായിട്ട് കാരണമില്ല എന്ന് പറയുന്നൊരു കാര്യം ഇതാണ്. അങ്ങനെ നമ്മളുടെ സാക്ഷ്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ആരെ കൊണ്ട് പറഞ്ഞ് മറ്റുള്ളിടത്ത് റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാത്തതിന്റെ കാര്യം അതുകൊണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വിടുവിക്കുന്ന ദൈവമാണ്. ഹാലയിലെ അതിന് മഹത്വത്തിന് യോഗ്യൻ. ആ മഹത്വം നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ നമുക്ക് രോഗം മാറി, നമ്മൾ ആരോടെങ്കിലും പറയും, അവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ച് അതിന് യാതൊരു പ്രസക്തിയുമില്ല. ഒരു കുഞ്ഞു വന്ന ആ സമയത്ത് പ്രാർത്ഥിച്ചാലും അത് മാറിയിരിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം അത് മാറാനായിട്ട് വർഷങ്ങളായി, 38 വർഷമായ തളർവാദ രോഗിയുടെ കാര്യം നമ്മൾ അതാ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ അവന്റെ വിചാരമുണ്ടായിരുന്നു, ഹല്ലേലൂയ, നമ്മൾ പറയുന്നത് കുളം കലക്കും. ഹല്ലേലൂയ. ദൂതൻ വരും, കുളം കലക്കും, എന്നെ ആരെങ്കിലും കുളത്തിൽ ഇറക്കും. അപ്പം അദ്ദേഹം വിചാരിച്ച വിടുതല കുളത്തിനകത്താണെങ്കിൽ വിടുതൽ നടന്ന കുളത്തിനകത്തല്ല. പുള്ളി ആഗ്രഹിച്ച രീതിയിലല്ല വിടുന്നത്. അപ്പൊ നമ്മൾ പലരൊക്കെ പറയും, ഏലീശയുടെ മുമ്പിൽ വന്ന നയം കുഷ്ഠരോഗി പറയുന്നത്, ഞാൻ വിചാരിച്ചു പുള്ളി വന്നിട്ട് കൈയൊക്കെ നീട്ടി എൻ്റെ നാട്ടിൽ കുഷ്ഠം പോട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അപ്പൊ പോകുമെന്ന് വിചാരിച്ചു. പുള്ളി ഒന്നും പറഞ്ഞു. പുള്ളി പുറത്തു പോലും വന്നില്ല. യേശുപ്രാഗത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, പുറത്ത് ഒരാളോട് പറഞ്ഞു വിട്ട് അവനോട് പറ, യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എലീശ പറയുന്നത് എന്താ? എലീശ വിചാരിച്ചത് അവൻ പുറത്ത് വരും, എൻ്റെ നേരെ കൈ നീട്ടി എന്നിട്ട് ഇങ്ങനെ ആട്ടിക്കളയുന്ന കണക്ക് കുഷ്ഠത്തെ ആട്ടിക്കളയും, പ്രാർത്ഥിക്കും, കൽപ്പിക്കും എന്ന് വിചാരിച്ചു എന്നൊക്കെ. പക്ഷേ അപ്പൊ ഓരോ ആൾക്കാരും അപ്പൊ ഈ കുളക്കട കിടന്ന തളർവാദ രോഗിയുടെ മനസ്സിൽ വിചാരം, ആരെങ്കിലും എന്നെ സഹായിക്കുക, കുളത്തിലോട്ടൊന്ന് ഇറങ്ങണം, ആ വെള്ളത്തിലൊന്ന് മുട്ടിയാലേ ഞാൻ സൗഖ്യമാകത്തുള്ളൂ, അതിനകത്താണ് എൻ്റെ സൗഖ്യം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ വിടുതലിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും ആയിരിക്കത്തില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെയൊക്കെ കേട്ടറിവ്, കണ്ടറിവ്, അല്ലെങ്കിൽ വചനത്തിൽ വായിച്ചൊരു എക്സ്പീരിയൻസ്, മറ്റുള്ളവർ പറഞ്ഞുള്ള അവരുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ വിടുതലിനെ മുന്നിൽ കാണുന്നത്. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ, ഇത്രയൊക്കെ ദൈവത്തിന് പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ചിന്താഗതി. അതാണ് നമ്മുടെ ഹാലിലെ ഹൃദയത്തിലെ ചിന്തയും നമ്മുടെ വിചാരവും ഒക്കെയാണ്. നമ്മൾ ചിന്തിക്കുന്ന കണക്കോ നമ്മൾ വിചാരിക്കുന്ന കണക്കോ ഒന്നും ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കത്തില്ല. അവിടെ ഞാൻ മറ്റൊരാൾക്ക് വന്ന വിടുതൽ കേൾക്കുമ്പോൾ ഹാലലി അതുപോലെ എനിക്ക് ലഭിക്കാൻ കഴിയും. അവർ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം. നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ദൈവം ചെയ്യാൻ പോകുന്നത്. ദൈവം ഓരോരുത്തരോടുള്ള വ്യക്തിപരമായ ബന്ധത്തിനനുസരിച്ചാണ് ഹാലയിലെ ദൈവം ഓരോരുത്തരെയും ചില നമ്മൾ അതിന് എക്സാമ്പിളായിട്ട് നോക്കണേ, കുറെ കുരുടന്മാരെ യേശു കർത്താവ് ഇത് സുവിശേഷങ്ങൾ ഒരു കുരുടൻ സൗഖ്യമാക്കണമെങ്കിൽ മറ്റൊരു കുരുടൻ സൗഖ്യമാക്കിയിട്ടില്ല. ഒരു മരിച്ചാളെ എഴുന്നേൽപ്പിച്ചാൽ മറ്റൊരാളെ മരിച്ചാളെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പം ഓരോ സ്ഥലത്തും ഹല്ലേലൂയ ദൈവത്തിന് വ്യത്യസ്തമായ രീതി ദൈവം പ്രവർത്തിക്കുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം വ്യത്യസ്തമായ രീതിയിലേ പ്രവർത്തിക്കുക. അത് അതുപോലെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ദൈവം അറിയാണ്ടല്ല. കാരണം അങ്ങനെ ദൈവം ഒരിക്കലും കഷ്ടം കൊടുക്കത്തില്ല. എന്നെങ്കിൽ ആർക്ക് കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവിന് ദൈവം കഷ്ടം കൊടുക്കില്ലായിരുന്നു. യേശു കർത്താവിന്റെ നേരെ ഹല്ലേലൂയ. യേശു കർത്താവിന് ഈ ഭൂമിയിൽ വന്ന് സകല കഷ്ടങ്ങളിലൂടെയും കടന്നു പോകാനായിട്ട് ഒരു മനുഷ്യൻ ഇന്നുവരെ ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും ഒരു ശരീരത്തിൽ വഹിക്കാൻ കഴിയത്തില്ല. അതുപോലെ ഹല്ലേലൂയ വേദനയിലൂടെയും ഭാരങ്ങളിലൂടെയും കടത്തിവിട്ട് തന്നെയാണ് യേശു കർത്താവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നത്. ദൈവത്തിന് അതൊന്നും ഈസിയാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ പറയും, കർത്താവേ ഈ കഷ്ടം എനിക്ക് സഹിക്കാൻ വയ്യ, ഹല്ലേലൂയ ഇതിൻ്റെ അടുത്ത്. പക്ഷേ ഇതിനെക്കാട്ടി എത്രയോ വലിയ ഭാരം യേശു കർത്താവ് എടുത്തത്, എത്രയോ വലിയ കഷ്ടത്തിലെ കടന്നു പോയത്. ദൈവം അതങ്ങ് ഒഴിവാക്കട്ടെ. എന്നാൽ പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് ഭൂമിയിൽ വന്ന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വന്ന് ജനിച്ച് അവിടെ വളർന്ന് ഈ പീഡകളൊക്കെ സഹിച്ചു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഹാലയിലെ പിന്നെ ഉയർത്തെഴുന്നേൽക്കണം എന്ന് ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സിൽ നടന്നാലേ നമ്മളെയൊക്കെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന് പറ്റത്തുള്ളായിരുന്നു. അല്ല. കാരണം വെച്ചാൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ചേട്ടാ ഇതിലൊക്കെ ആയ സമയത്ത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയെ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുക, അല്ല ദൈവം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത് എന്ത് കണ്ടിട്ടാ? ഒരു ക്രൂശിലേക്ക് നോക്കി തന്നെയാ, അല്ലേ? അല്ല യേശു കർത്താവിനെങ്കിൽ ഭൂമിയിലോട്ട് നേരെ ഇങ്ങോട്ട് ഇറക്കി വന്ന് നേരെ വന്നിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ പാപം പരിഹരിക്കാൻ പറ്റും. പക്ഷേല് അന്നേരം നമ്മളിവിടെ ഭാരത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഇതൊക്കെ പോകുമ്പോൾ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മളെ പണിതെടുക്കാൻ പറ്റത്തില്ല. ന്യായപ്രമാണം കൊടുത്തല്ലേ? എന്താ ജനത്തിന് പാപം മാറാൻ വേണ്ടി പ്രമാണം കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? പ്രമാണം വായിക്കുമ്പോഴൊക്കെ
മൂടുപടം കിടക്കുന്ന പറഞ്ഞേക്ക. അവർക്ക് ഒരിക്കലും ആ പ്രമാണത്തിനകത്ത് എന്തിന് പ്രമാണം കൊടുത്തു എന്നും ആ പാപത്തെ വിട്ടവർക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ പോലും സാധിച്ചില്ല. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അവർക്ക് പ്രമാണം കിട്ടിയപ്പോ എന്താ, ഇത് തെറ്റിച്ചാ ഇതൊക്കെ ചെയ്താൽ മതി, അപ്പൊ പാവം തീർന്നു കേട്ടോ, ഇത് അല്ലെങ്കിൽ ഇത്രയും പരിഹാരം ചെയ്താൽ മതി എന്നൊരു തോന്നലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു തന്നു. ഇന്നലെ രാത്രി നമുക്ക് ഞാൻ പറയാം, ഞങ്ങളുടെ സെൽ മീറ്റിംഗിൽ നമുക്കൊരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കും. ഇന്നലെ തന്നത് യോഹന്നാന്റെ സുവിശേഷം 14:23 അതിനകത്ത് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. ഞാൻ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞാനും പിതാവ് നിങ്ങളോട് കൂടെ വന്ന് വാസം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കും. എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് എത്രത്തോളം ഇത് ആ കാഠിന്യം വന്നു വെച്ചാൽ, അവർ ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല കൽപ്പനകൾ പ്രമാണിച്ച്, ഭയപ്പെട്ടിട്ട കൽപ്പനകൾ പ്രമാണിച്ച്. നമ്മൾ ഈ രാജ്യത്തായിരിക്കും ഇവിടെ 120 മേലെ വണ്ടി ഓടിച്ചാൽ ഫൈൻ കിട്ടും. നമ്മൾ എന്താ അവിടെ അത് അനുസരിക്കുന്ന വെച്ചാൽ, ആ ഫൈൻ വരുന്നത് ഭയപ്പെട്ടിട്ട് നമ്മൾ അനുസരിക്കും. അല്ലെ, നമ്മൾ ഇന്ന തെറ്റ് ചെയ്ത് നമുക്ക് ഇന്ന ശിക്ഷ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയത്തോടു കൂടി അത് അനുസരിക്കാണ്. പക്ഷേ ഈ ഭയത്തോട് അനുസരിക്കുമ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. പക്ഷെ ദൈവം അതിനുവേണ്ടി ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി പുത്രനെ തന്നു, നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് അപ്പൊ അവിടെ കാണിച്ച ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്തി, പുത്രന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മ ഇപ്പൊ നമ്മൾ ഉള്ളിൽ വന്നിരുന്ന് നമ്മളോട് ആ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സ്നേഹത്തിലാണ് നമ്മൾ കൽപ്പനകൾ പ്രമാണിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അത് മാറിപ്പോൻ പറ്റത്തില്ല. അപ്പൊ ഭയത്തിലല്ല സ്നേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഇത് തന്നെ ചെയ്ത അതുകൊണ്ടേ നമ്മളെ പറയാം, സ്നേഹത്തിലൂടെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പേടിപ്പിച്ചനുസരിപ്പിച്ചാൽ നമ്മുടെ കൺവെട്ടത്തിലുള്ളപ്പോൾ അനുസരിപ്പിക്കാൻ പറ്റും. പക്ഷെ അവർ സ്നേഹത്തിലാണ് അനുസരിക്കുന്നതെങ്കിൽ അവർ നമ്മുടെ കൺവെട്ടത്തൊന്നും മാറുമ്പോഴും എവിടെയാണെങ്കിലും അവരത് അനുസരിക്കും. കാരണം വെച്ചാൽ അവർക്ക് സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ ആരും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ഹല്ലേലൂയ, അതിനാണ് ദൈവം ഇത് നമുക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ പുത്രനെ ഏൽപ്പിച്ചതും പുത്രൻ നമുക്ക് വേണ്ടിയിട്ട് വന്ന് മരിച്ചതും ഹല്ലേലൂയ. ഹല്ലേലൂയ, ഇതെല്ലാം കാണാം. അപ്പൊ യേശു കർത്താവിന് വേണ്ടിയോട് ദൈവം ഹല്ലേലൂയ അങ്ങനെ തന്നെ ഹല്ലേലൂയ ഇത് അനുവദിച്ചു കൊടുത്തെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ അതെന്തിനാന്ന് വെച്ചാൽ, അങ്ങനെ അനുവദിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളെ ദൈവത്തിന് നിത്യതയെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറെ അനുഗ്രഹം തന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ആ ചോദിക്കുന്നതൊക്കെ തന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നാളെ കാള ശബ്ദം കേൾക്കുമ്പോൾ ആരും അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. നമ്മളെ ഓരോ ദിവസവും ദൈവത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ പല പ്രാവശ്യം ദൈവം ഇടപെട്ടിട്ടുള്ള കാര്യം വീണ്ടും എന്നിട്ട് എടുത്തപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, തുരുത്തി തീയത്തും പുകയത്തും ഇരുന്ന് ചൂട് കൊള്ളുന്നതോ അവിടെ ഇരുന്ന് ആ ചൂടേറ്റ് നമ്മൾ വേദനിക്കുന്ന അല്ല. ദൈവത്തിന് ആവശ്യം എന്ന് വെച്ചാൽ ഒരു വീഞ്ഞ് നമ്മളിലേക്ക് പകരുമ്പോൾ തുരുത്തി പൊളിഞ്ഞു പോകരുത്. അതിനുവേണ്ടി ഓരോ ദിവസവും നമ്മൾ പുതുക്കം പ്രാപിക്കണം. പുതിയ തുരുത്തിൽ മാത്രമേ ദൈവത്തിന് വീഞ്ഞ് പകരാൻ പറ്റത്തുള്ളൂ. പുതുതായി നമ്മൾ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചാൽ മാത്രമേ പുതിയ വീഞ്ഞ് പകരണമെങ്കിൽ നമ്മൾ പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു തുരുത്തിയുടെ സ്ഥാനത്ത് ദൈവം തുരുത്തിയെ നമ്മൾ കാണുന്നു. തുരുത്തി എത്ര സ്ട്രോങ് ആയിട്ടോ വീഞ്ഞ് പകർന്ന് തുരുത്തി അതിൽ സ്ട്രോങ് ആയിരിക്കണം. അല്ലാത്തതിലേക്ക് പകർന്നു കഴിഞ്ഞാൽ തുരുത്തി പൊളിച്ചുകൊണ്ട് പോകും. നമ്മൾ പഴയ തുരുത്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഒരു രക്ഷയില്ല. ഓരോ ദിവസം പുതുക്കം പ്രാപിച്ചാൽ മാത്രമേ പുതിയത് വല്ലതൊക്കെ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിനെന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ ജഡീകമായിട്ടുള്ള ഓരോ സ്വഭാവങ്ങൾ നമ്മൾ നീങ്ങിപ്പോകണമെങ്കിൽ മാറിപ്പോകണമെങ്കിൽ നമ്മളെ ചിലതിലൂടെയൊക്കെ തീയിലൂടെ ഒരു പൊന്ന് തീയിലിട്ട് ഹല്ലേലൂയ ശോധന ചെയ്ത് അത് ഏറ്റവും നല്ലതാക്കി പുറത്തെടുക്കുന്ന പോലെ തന്നെയായിരിക്കണം അത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കൽ ദൈവം എന്തിനു വേണ്ടി നമ്മളെ ഇവരെ അടിച്ച് ശരിയാക്കി പണിഞ്ഞ് പുറത്തെടുക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കും നമ്മൾ. എപ്പോഴാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് പറയുന്ന കേൾക്കാതെ പോയി നമ്മൾ ശിക്ഷിക്കാറുണ്ടല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഏറ്റവും മോശകരമായ ഒരു സാഹചര്യത്തിൽ പോകുന്ന കണ്ടാൽ നമ്മളെന്താ കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കുമോ? എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഞാൻ ചെയ്യാറില്ല ചെയ്യുന്നു. പക്ഷേ നമ്മൾ അവരെ ശാസിക്കും, ശിക്ഷിക്കും. എന്തുകൊണ്ടാ? അവരെ നടക്കേണ്ട വഴിയെ അവരെ നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നടത്തിയില്ല, പിന്നീട് നമ്മൾ അതിനുവേണ്ടി കരയേണ്ടി വരും. വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം, വടി എടുക്കേണ്ട സമയത്ത് വടി എടുക്കണം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ
നമ്മൾ പിന്നെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഹാലലൂയ. അത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇതിനാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. നമുക്കൊരു മാതാപിതാവായിട്ട് മാതാക്കന്മാരും പിതാക്കന്മാരും കേൾക്കേണ്ട ഉത്തരം, നമ്മുടെ കയ്യിലൊരു കുഞ്ഞിനെ തന്നാൽ അതിനെ ശരിയായ രീതിയിൽ വളർത്തണം. ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരെ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളോടാ അത് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കണക്ക് ആ പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്ന് ഒരു കള്ളപ്രവചനം പറഞ്ഞിട്ടാണ് നമ്മൾ ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന പ്രവാചകൻ അയാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പവും വെള്ളമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത മൊത്തം ആ ചെന്ന് ഭക്ഷിച്ച പ്രവാചകനെയാണ് വഴിവെച്ച സിംഹം കൊല്ലുന്നത്. വിളിച്ചുകൊണ്ടേ പ്രവാചകന് ഒന്നും ദൈവം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതെന്താ ദൈവമേ, അത് അന്യായമല്ലേ എന്ന് ദൈവം പറയും. അങ്ങനെ പലരും പലതും നമ്മളോട് പറയും. പക്ഷേ അത് കേട്ട് അതിന് പിന്നാലെ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് അനുഭവിക്കേണ്ടത് പറഞ്ഞ ആൾക്കല്ല. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല പ്രവചനങ്ങളും അത് കള്ളപ്രവചനമാണോ, ദൈവം പരിശുദ്ധാത്മാവിലാണോ, അത് ഈവിൾ സ്പിരിറ്റ് ആണോ, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ചിന്തിക്കാതെ നമ്മളത് കേട്ട് ദൈവത്തോടൊരു കൺഫർമേഷൻ പോലും ചോദിക്കാതെ അതും പിടിച്ചോണ്ടിരുന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവമേ എനിക്ക് നടന്നില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ചോദിക്കും, ഇങ്ങനെ പറയുന്നവർക്ക് ഒരു കുഴപ്പമില്ല ദൈവമേ എന്ന് ചോദിക്കാം. ദൈവം പറയും ഇല്ല. കാരണം പറയുന്നവരെ ചിലപ്പോൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ചു. ഈ കേൾക്കുന്നത് എൻ്റെ അടുക്ക് വന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുന്ന പ്രവചനങ്ങൾ എപ്പോഴും ഞാൻ പറയാം, ഇത് നമുക്ക് ഒരു അറിവില്ലാത്ത കാര്യം ആയിരിക്കാതെ അവർ പറയുന്നത്. കാരണം നമ്മളോട് ദൈവം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യം ദൈവം ആദ്യം നമുക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യമാണ് മറ്റൊരു പ്രവചനത്തിലൂടെ കേൾക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇതൊരു കൺഫർമേഷൻ ആണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ കേൾവിയിൽ ഇന്നുവരെ ദൈവം നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ല. നമ്മൾ ഇതുവരെ ദൈവം അങ്ങനെ ഒരു ചിന്ത പോലെ നമുക്ക് ചില കാര്യങ്ങൾ ചില ആൾക്കാർ വിളിച്ചിരുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് കൺഫർമേഷൻ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം നമ്മളോട് അറിയിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യത്തില്ല. എന്ത് കാര്യം വരുമ്പോഴും ദൈവം നമുക്ക് വെളിപ്പെടുത്തി. ഇപ്പൊ അത് രോഗമാകട്ടെ, ഇപ്പൊ ഈവൻ ഞാൻ പറയാം, പിശാചൊരു യോബിനെ നോട്ടം വെച്ചപ്പം എന്റെ ദാസൻ യോബനെ നിന്ന് നോക്കി. ഇതുപോലെ നമ്മളെ നോട്ടം വെക്കുന്നുണ്ട്. പലപ്പോഴും നോട്ടം വെക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് പറയാറുണ്ട്, ഇന്ന കാര്യങ്ങൾ നോട്ടമല്ല, ഇന്ന കാര്യം വരാൻ പോകുന്നുണ്ട്. ഇതിനെ എന്തിനാ നേരത്തെ പറയുന്നത് വെച്ചാൽ നമ്മൾ അതിനകത്ത് പ്രാർത്ഥിച്ച് ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അതിന് ജയമെടുക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ അങ്ങനെയൊക്കെ കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതിന് ആമേൻ വന്നു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ അറിയത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ദൈവസന്നിധിക്കൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഓരോ നിമിഷം നമ്മൾ ദൈവം ഓരോ വചനം കേട്ടു, നമ്മൾ ഒരുപാട് മെസ്സേജിൽ കേൾക്കുന്ന ആൾക്കാരാണ്. കേൾക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്ന അങ്ങനെ തന്നെ. ഞാൻ പറയും, ഇത്രയും നാളെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോയപ്പോൾ ഒരു മെസ്സേജ് വെച്ചേക്കണം. അപ്പോൾ ദേവദാസൻ പ്രസംഗം ഒത്തിരി പേര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. കാരണം അത് ഏലിയാവിന് എടുക്കപ്പെടുന്ന സമയത്ത് ഏലിയാവിന്റെ മേൽ നിന്ന് പുതപ്പ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഏലിയ എങ്ങനെ പോലും ഒരു 70 കിലോ, കാരണം 70 കിലോ ഉള്ള ഏലിയ മുകളോട്ട് പോയപ്പം ഒരു കിലോ പോലും വെയിറ്റ് ഇല്ലാത്ത പുതപ്പ് താഴേക്ക് വന്നു. ഞാൻ കേട്ടു. ഞാൻ എപ്പോഴും ഒരുപാട് പേര് പ്രസംഗിക്കുന്നത് കേട്ട് ഞാനും അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ദൈവം എന്നോട് പറയും, പെട്ടെന്ന് പറഞ്ഞ് അതങ്ങനെയല്ല. ഹല്ലേലൂയ. ആ പുതപ്പിന്മേൽ വന്നൊരു അനോയിന്റിങ് ഉണ്ട്. ആ ഹെവി അനോയിന്റിങ് ആണ് ആ പുതപ്പിനെ താഴേക്ക് കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ ഏലീശയുടെ ആഗ്രഹം ഏലിയാവിന്റെ മേളിൽ ഇരട്ടി പങ്ക്. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ആത്മപോർച്ച മീറ്റിംഗ് ചില സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വിജയഞ്ചൽ പാസ്റ്റർ നമ്മുടെ തലയിലോട്ട് കൈവെക്കുമ്പോൾ ഒരു കിൻഡൽ ചാക്കൊക്കെ നമ്മുടെ തലയിലേക്ക് വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം ഹെവി അനോയിന്റിങ് വരുമ്പം നമുക്കറിയാം, ഒരു അത്രയും വെയിറ്റ് എടുത്ത് തലയിലോട്ട് വെച്ച പോലെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, നമുക്ക് നിൽക്കാൻ പറ്റാത്ത നമുക്കൊരു വെയിറ്റ് വന്ന് നമുക്ക് താങ്ങാം, ചിലപ്പോൾ നമ്മൾ വീണു പോകും. കാരണം അതുപോലെ അത് ഞാൻ ഫീൽ ചെയ്തിട്ട് അപ്പം പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ആത്മ രാത്രി അത് പറയുന്ന സമയത്ത് ഞാൻ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് എന്നെ ഓർമ്മിപ്പിച്ചു പെട്ടെന്ന്. അപ്പോഴേ എനിക്ക് ഇതിന്റെ മർമ്മം മനസ്സിലായത്. എന്താ വെച്ചാൽ അപ്പം നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനും കൂടെ ചെവി ഓപ്പൺ ആക്കിക്കണം. ദൈവം നമ്മളോട് ഇടപെടുമ്പം, ദൈവം നമ്മളോട് പറയുന്ന സമയത്ത് ആ കാര്യങ്ങൾ കൂടെ നമ്മളത് കേൾക്കണം എപ്പോഴും. ഞാൻ പറയാം, കിച്ചണിൽ നിൽക്കുമ്പോഴേ, ഇന്നലെ ഞാൻ മിക്കവാറും എന്നെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിക്കും ഒത്തിരി കാര്യങ്ങൾ. അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിരിക്കുമ്പോഴൊക്കെ, കുളിക്കാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ദൈവം അപ്പൊ ഇന്നലെ നമ്മൾ ഈ സംശയം ചോദിച്ച യോബിന്റെ പുസ്തകത്തിൽ ഈ വാക്യം ദൈവം എന്നോട് ഇടപെട്ടത് കിച്ചണിൽ. അപ്പൊ നമ്മൾ എപ്പോൾ നിൽക്കുമ്പോഴും, നമ്മളൊരു വചനം കേൾക്കുമ്പോഴും, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴും, നമ്മൾ വചനം സംസാരിക്കും, ഏത് സമയമാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ സമയമൊന്നുമില്ല. ഏത് സമയത്ത് എപ്പോഴും ദൈവം, ഉറക്കത്തിലും ദൈവം നമ്മളോട് സംസാരിക്കും അല്ലേ. പക്ഷെ അത് നമ്മൾ കേൾക്കണം. അങ്ങനെ കേൾക്കുവാണെങ്കിൽ നമ്മൾ തെറ്റിപ്പോകത്തില്ല. മറ്റാർക്കും നമ്മളെ തെറ്റിച്ച് കളയാൻ പറ്റത്തില്ല.
അല്ലെ? അപ്പൊ ദൈവത്തിൽ നിന്ന് എപ്പോഴും അല്ല വല്ലവരും പറയുന്ന കേട്ടിട്ട് നമ്മൾ ഇത് പിടിച്ചോണ്ട് അല്ല അയ്യോ അവരങ്ങനെ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ വന്ന് ഇതാണ് ശരി, മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു ഇതാണ് ശരി. ഇപ്പൊ ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത് ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ദൈവത്തെ അന്നേരം തന്നെ നിങ്ങൾ ദൈവമായിട്ട് കണക്റ്റഡ് ആയ ദൈവത്തിൽ നിന്ന് കേൾക്കണം. അവിടെ ഒരാൾ നമ്മൾ ചിലപ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ദൈവം സംസാരം നമ്മൾ കേൾക്കാത്തതെന്ന് കാര്യം വെച്ചാൽ അതിനെക്കാട്ടി ഇതായിട്ട് നമ്മുടെ തലയിൽ കയറി സ്റ്റോർ ചെയ്ത് വെച്ചേക്ക് ഇത്രയും നാൾ കേട്ട പ്രസംഗങ്ങൾ, ഓരോ ദേവദാസന്മാർ പറഞ്ഞ വെളിപ്പാടുകൾ അല്ലെങ്കിൽ ദേവദാസന്മാർ പറഞ്ഞിട്ടുള്ള അവർക്ക് പെട്ട് കിട്ടല്ലേ അവർ പറഞ്ഞ് കേട്ടേക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ട് ബുദ്ധി സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഒരാളൊരു വചനഭാഗം വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഇതെത്രയാ കേട്ടേക്കുന്ന ഗിരിപ്രഭാഷണമല്ലേ, ഇതിനകത്ത് ഒരു വാക്ക് പോലും നമുക്ക് അറിയാത്തതില്ല, എല്ലാം നമുക്കറിയാം. ഈ ഒരു മനോഭാവത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ദൈവം പുതിയതായിട്ടൊന്നും നമ്മളോട് സംസാരിക്കത്തില്ല. എപ്പോഴും നമ്മൾ പുതുതായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹിച്ച് ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർ അങ്ങനെയാണ് നമ്മളെ തെറ്റിച്ച് കൊണ്ടുപോകാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലരും പലതും പറയും, ദൈവമല്ല പലരും പറയും വരുന്നില്ല. അപ്പൊ യോബിന്റെ പുസ്തകത്തിൽ യോബ് തന്നെ പറയുന്നുണ്ട്, ദൈവം തന്ന് ദൈവം എടുത്ത് ദൈവനാമ മഹത്വം എടുക്കട്ടെ, ദൈവം തന്നതൊന്നും ദൈവം എടുക്കത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ ദൈവം ഒരു ദൃഷ്ടി വെച്ചപ്പോൾ ദൈവം മനസ്സിലാക്കിയെങ്കിൽ ആ സകലതും പിശാച് എടുത്തു മാറ്റും ദൈവത്തിന് അറിയാം. അത് യോബിനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ദൈവം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത് വന്നേക്കുന്നത് തിരിച്ചറിഞ്ഞ മനുഷ്യനായി യോബ്. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവത്തെ കാണും, മുഖാമുഖമായി കാണും, ദൈവത്തോട് ചോദിക്കും എന്ന് പറയുന്ന കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കാര്യം വരുമ്പോൾ അത് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ തന്നെ, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ, നമ്മൾ എവിടെയെങ്കിലും ശരിയാകാനുണ്ടോ, അതോ ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണോ, ഇതെന്തിനു വേണ്ടി അനുവദിക്കുന്നു, എന്താ ഇതിന്റെ പർപ്പസ്, ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട്. അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും വഴിയൂടെ പോകുന്നവരാരെങ്കിലും പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവസന്നിധി വെച്ചുകൊണ്ട് ദൈവത്തോട് കുറ്റം പറയാനും പിറുപിറുക്കാനും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മാറിപ്പോൻ ഒന്നും ഇടയാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ അയ്യോ വലിയ പ്രാർത്ഥനക്കാരെ കണ്ടില്ലേ, എപ്പോ നോക്കിയാലും രോഗമാണ്. അത് കേട്ടിട്ട് നമ്മൾ നോക്കിയേ എത്ര നാളായി നീ ഇങ്ങനെ നടന്നിട്ട് കൈയടിക്കാനും നിന്റെ ജീവിതത്തിൽ വല്ല മാറ്റവും ഉണ്ടോ, ഇന്നും ദാരിദ്ര്യം തന്നെയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവിടെ തിരിച്ചറിയണം ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കുക. അപ്പൊ നമ്മളെ തിരിച്ചറിയാൻ പറ്റിയില്ലേ നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു അവർ പറയുന്നത് കേട്ട് നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. നമ്മൾ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങും, പ്രാർത്ഥിച്ച് പാസ്റ്റർമാരെ കുറ്റം പറയാൻ തുടങ്ങും, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു കുറ്റം പറയും. ഇങ്ങനെ നമ്മൾ പിശാച് എന്താണ് ആഗ്രഹം അതിലേക്ക് കൊണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. നമ്മൾ ആരാണ് തിരിച്ചറിയുന്നത്, നമ്മുടെ ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം വേണം. ഇതെല്ലാം നമ്മൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും പലരും പറയുന്ന കേട്ട് നമ്മൾ തകർന്നു പോകും. അങ്ങനെ തകർന്നു പോയി അനേകരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പോകരുത്. ദൈവം ആഗ്രഹിക്കുന്നുണ്ടാ നമ്മളോ ദൈവം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. 5 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ ദർശനം കാണിച്ച് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഞാൻ പോകേണ്ടുന്ന വഴി എങ്ങനെയുള്ള കഷ്ടതയെ കൂടെ ആണെന്നും ശരീരമൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വാർന്നൊഴുകുന്ന രീതിയിൽ നടക്കുന്ന ഒരു നടപ്പിനെ കുറിച്ച് എന്നെ ദൈവം കാണിച്ച്. അത് നമ്മൾ അന്നേരം നമുക്കറിയാം ആശ്ചര്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ജീവിത സാഹചര്യങ്ങളോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതുപോലെ നീറ്റലും മുറിവും വേദനയും ആ പെയിനിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് കാണിച്ചിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പൊ നമുക്ക് ഓരോ സമയത്തും ഇത് പോകുമ്പോൾ നമുക്കറിയാം ദൈവം നമുക്ക് വേണ്ടുന്ന പ്രൊവിഷൻസ് തന്ന് നമ്മളെ നടത്തുന്നെങ്കിൽ നമുക്കറിയാം ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഒരു യാത്രയിലാണ് നമ്മളെന്ന്. ഇവിടെ ഇത് കേട്ടോണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് നമ്മളെ തന്നെ കുറ്റം പറയാൻ നമ്മൾ തന്നെ സ്വന്തം ഇരുന്നത് ശപിക്കാനും പ്രാകാനൊന്നും ഇടയാകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട് നമ്മൾ ഒരു ഇതിൽ കൂടെ നടക്കുന്നെങ്കിൽ അത് നമ്മൾ സക്സസ്ഫുള്ളി അവിടെ പോയി അത് പൂർത്തിയാക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രൊമോഷൻ ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ പീരീഡ് ഇതിപ്പോൾ ശോധനയെ കൂടെ വേദനയെ കൂടെ കടന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ പറയാം, ഈ ഒരു പീരീഡ് നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രൊമോഷനോട് കൂടിയായിരിക്കും വരുന്നത്. കാരണം ദൈവത്തിന് ശക്തമായ നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ, ദൈവത്തിന് മറ്റ് എന്തെങ്കിലും ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ദൈവം നമ്മളെ അതിലേക്കൂടെ കടത്തി കൊണ്ടുപോകുമ്പോൾ നമ്മളിത് ജയിച്ച് കയറുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇരുന്ന അവസ്ഥയിൽ ആയിരിക്കത്തില്ല ഒരിക്കലും. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ മോൾ എന്നോട്
എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ദാവീദിന് എന്തിനാ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞാൽ, ദാവീദ് പാപം ചെയ്തില്ലേ ദൈവം എന്നിട്ട് പിന്നെന്തിനാ ദൈവം എഴുതിയേക്കുന്നത് ദൈവം ദാവീദ് ഹൃദയപ്രകാരമുള്ള. ഞാൻ പറഞ്ഞേ, ദാവീദ് പാപം ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷെ ദാവീദ് പാപം ചെയ്തൊന്നു നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അവിടെ ദൈവത്തോട് നിലവിളിക്കുന്ന, അയ്യോ എൻ്റെ ഭരണം പോകല്ലേ, എൻ്റെ കിരീടം പോകല്ലേ, എൻ്റെ രാജസിംഹാസനം പോകല്ലേ, നല്ല ദാവീദ് നിലവിളിച്ചത്. ദാവീദ് കിടന്ന് നിലവിളിച്ചത്, എൻ്റെ പരിശുദ്ധാത്മാനെ തിരിച്ചെടുക്കല്ലേ, ആ ഹൃദയ സന്തോഷം എനിക്ക് മടക്കി, രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. പരിശുദ്ധാത്മ വിട്ടുമാറി എന്ന് ദാവീദിന് അറിയാമല്ലോ. അതുകൊണ്ട് ആത്മാവിനെ തിരിച്ചെടുക്കല്ലേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ എന്ന് ദാവീദ് നിലവിളിച്ചത്. കാരണം ദൈവവുമായിട്ട് ആ ബന്ധം മുറിഞ്ഞെന്ന് ദാവീദ് പെട്ടെന്ന് മനസ്സിലാക്കി. ദൈവം ദാവീദിനോട് സംസാരിക്കുന്നത് ദാവീദ് മനസ്സിലായത്. അതുകൊണ്ടാണ് നാഥാൻ പ്രവാചകൻ വന്ന് സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ ദാവീദ് ആ ഒരു സന്തോഷം, ദൈവവുമായി ചേർന്നിരുന്ന, ദൈവത്തുമായിട്ട് സംസാരിച്ചിരുന്ന, ദൈവത്തിൽ നിന്ന് കേട്ടിരുന്ന ആ ഒരു സന്തോഷം മടക്കി തരണമെന്ന് അവിടെ നിലവിളിച്ചത്. കാരണം ദൈവം ഇന്നും നമ്മളെക്കുറിച്ച് എല്ലാവരെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനെ, കാരണം ദൈവത്തിന് ഏറ്റവും ആഗ്രഹം നമ്മളോടുകൂടെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ വന്ന് നമ്മളുടെ കൂടെ നമ്മളായിരിക്കും, നമ്മൾ ഈ മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുന്നു. നമ്മുടെ കൂടെ വാസം ചെയ്യാൻ, നമ്മളുമായിട്ട് എപ്പോഴും ഫെലോഷിപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലൊക്കെ മാറി ഡൈവേർട്ട് ആകുമ്പോഴൊക്കെയാണ് ദൈവം നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചിലതൊക്കെ നമ്മുടെ ജീവിതത്തെ അനുവദിച്ചത്. അങ്ങനെ ദാവീദ് ആ ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞാണ് ദാവീദിന്റെ പ്രാർത്ഥന വന്നത്. അല്ലേ? ദാവീദ് മനുഷ്യന്റെ പൊസിഷൻ, ഒരു രാജാവിന്റെ പൊസിഷൻ ദാവീദ് പ്രാർത്ഥിച്ചെങ്കിൽ ദാവീദ് പറയണ്ടേ, രാജ്യം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണേ, എൻ്റെ സിംഹാസനം എൻ്റെ അടുത്ത് നിൽക്കണേ, എൻ്റെ കിരീടം എൻ്റെ തന്നെ ഇരിക്കണേ, ഞാൻ രാജാവായി തന്നെ ഇരിക്കണേ, അതൊന്നും നഷ്ടപ്പെടല്ലേ എന്നായിരിക്കും പാപം ചെയ്തതൊക്കെയല്ല. നമ്മൾ ലോകത്തുള്ള സകലത, നമ്മൾ പാപം ചെയ്ത് എന്തൊക്കെയാ നമുക്ക് നഷ്ടപ്പെടാന്നൊക്കെ, ചിലപ്പോൾ നമ്മുടെ ജോലി ആയിരിക്കുമ്പോൾ, അല്ല നമ്മുടെ സമ്പത്തായിരിക്കുമ്പോൾ, അല്ല നമ്മുടെ ആരോഗ്യമായിരിക്കും, ഇതൊക്കെ. അപ്പം നമ്മൾ ഇതൊക്കെ തിരിച്ചറിയാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ദാവീദ് അവിടെ പ്രാർത്ഥിച്ച അതിനൊന്നുമല്ല. ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ആ ഫെലോഷിപ്പ്, അത് നഷ്ടപ്പെട്ടു പോയത്, ആ റിലേഷൻഷിപ്പ്, അതിനെ എനിക്ക് മടക്കി തന്നെ എന്നാ പ്രാർത്ഥന. ദൈവം ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അത് തന്നെയാണ്. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് ദൈവം എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. അല്ലാതെ നമ്മളെ കുറിച്ചൊക്കെ ദൈവം എന്താ പറയാൻ പോകുന്നത് നമ്മളൊന്ന് ആലോചിക്കണിരുന്നത്. കാരണം നമ്മുടെ പ്രാർത്ഥന എന്താണ്, നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് അറിഞ്ഞിട്ടാണ് നമ്മളെ ദൈവം പറയുന്നത്. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ ദൈവസേന ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് ഓർമ്മിപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തോട് സംസാരിക്കുന്നത്, നമ്മൾ എന്താണ് ദൈവത്തോട് എപ്പോഴും ആവശ്യപ്പെടുന്നത്. ദൈവമേ എനിക്കത് തരണേ, ഇത് തരണേ, എൻ്റെ ജീവിതം, എൻ്റെ കടഭാരം മാറ്റണേ, എൻ്റെ വിഷമം മാറ്റണേ, എൻ്റെ ഇത് അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ലിസ്റ്റ് നിരത്തി വെച്ചിട്ടപ്പോൾ, അതോ ദൈവമേ അങ്ങ് എന്താ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എനിക്ക് ദൈവത്തോട് എപ്പോഴും ചേർന്നിരുന്നത്, എനിക്ക് ശബ്ദം എപ്പോഴും കേൾക്കണം, ഈ സാന്നിധ്യത്തെ എപ്പോഴും ആരുടെ മഹത്വം എപ്പോഴും കാണണം, ദൈവത്തെ നേരിട്ട് കാണണം. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നമ്മളെക്കുറിച്ച് പറയും. ഇല്ലെങ്കിൽ ദൈവം പറയും അവരുടെ ഹൃദയപ്രകാരം അവർ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം നമുക്ക് ഒരു ബന്ധവും ഇല്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ദൈവം അനുവദിച്ചു കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കയറത്തില്ല, ഒന്നും വരത്തില്ല. ഒരാൾ നമ്മൾ നോക്കത്ത് പോലുമില്ല. ഞാൻ മുകളിൽ നിന്ന് കൊടുക്കാതെ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരം, യേശു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേൽ മുകളിൽ നിന്ന് അനുവദിച്ചു കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും യാതൊരു അധികാരമില്ല. അത് പിശാചിനാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, അധികാരങ്ങൾക്കാണെങ്കിലും ശരി, വാഴ്ചകൾക്കാണെങ്കിൽ, എന്തിനാണെങ്കിൽ, ഏത് കർത്തൃത്വത്തിനാലും നമ്മുടെ മേൽ ദൈവം അനുവദിക്കാതെ മുകളിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും യാതൊരു അധികാരമില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഒരു ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചങ്ങ് തിരിച്ചറിഞ്ഞ ദൈവം മക്കളുടെ മേൽ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ എത്രത്തോളം മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവം തിരിച്ചറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ഫേവർ എല്ലാം നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം പിശാച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ആരും ഇരിക്കേണ്ട. കാരണം പിശാച് കൊണ്ടുവരാനാണെങ്കിലും പിശാച് വരാനാണെങ്കിലും കയറാനാണെങ്കിലും ദൈവം അനുവദിക്കാതെ വരത്തില്ല. അതുകൊണ്ട് നമ്മെ പൂർണ്ണ അധികാരം, നമ്മുടെ പരമ അധികാരിയായിരിക്കും നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയത് വെറുതെ വഴിയിലിട്ട് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടില്ല. ആരെങ്കിലും കയറി ഇറങ്ങി നിരങ്ങാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന ഹല്ലേലൂയ ആ ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിന്റെ തീമതിലുണ്ട് നമുക്ക് ചുറ്റും. ഇതൊക്കെ പൊളിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കയറണമെങ്കിൽ നമ്മുടെ ദൈവത്തെ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മുടെ ദൈവത്തിന് ഒരു പവറും ഇല്ലെന്ന് പറയും. ദൈവത്തിന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പിശാച് കയറി നമ്മൾ പറയുകയാണ്, പിശാച് നമ്മുടെ ജീവിതം തകർത്തു നമ്മൾ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടം കൊണ്ടുവന്ന് കഷ്ടത കൊണ്ടുവന്നൊക്കെ നമ്മൾ പറയണേ പറയും നമ്മുടെ ദൈവത്തിന് ഒരു പവറും ഇല്ല, പിശാചിന പവർ എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദൈവത്തിന്റെ നമ്മളെ വചനം പറയുന്നത് എന്താ, നിനക്ക് ചുറ്റും ഞാൻ തീമതില. അബ്രഹാമിന്റെ പറയുന്നത് ഞാനാണ് നിന്റെ മഹത്തായ പ്രതിഫലം, ഞാനാണ് നിനക്ക് ചുറ്റും പരിചയം, അല്ലേ?
ഞാൻ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും, നടത്ത് പറഞ്ഞേക്കുന്നത്. ഹാലേ, നമ്മുടെ ഉള്ളം കരത്തിൽ നമ്മളെ ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ നമ്മളെ വരച്ചിരിക്കും. ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട. ഹാലേ, യേശുക്കത്തെ പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. കാര്യസ്ഥം വന്നാൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക്. ഇതെല്ലാം വചനം നമുക്കുള്ളപ്പോൾ നമ്മൾ പറയാണ്, ദൈവം അറിയാണ്ട് പിശാച് കയറി നമ്മുടെ ജീവിതത്തിൽ തന്നു. നോ, ഒരിക്കലും നടക്കില്ലത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തലമുടിയിൽ നിന്ന് ഒരു തലമുടി താഴെ വീഴണമെങ്കിൽ ഹല്ലേലൂയ, ദൈവം അറിയാണ്ട് വീഴത്തില്ല. അത് എത്ര ഉണ്ടെന്ന് ഏറിയ ആ ഒരു കാശിന് വിൽക്കുന്ന, അല്ല 2 കാശിന് വിൽക്കുന്ന 5 കുരുകിനേക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവരാണ്. 1 കാശിന് 2 കുരുകല, 2 കാശിന് 4 കുരുകല വിൽക്കാൻ പാടുള്ളൂ. പക്ഷെ 5 ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ ഫ്രീ ആയി കിട്ടനെ പോലും ദൈവം അറിയാണ്ട് താഴെ വീഴത്തില്ല. അത്രത്തോളം വിലയുള്ളവരാണ് നമ്മൾ. ഹല്ലേ, അപ്പോൾ നമ്മൾ ആരാണ്, നമ്മളുടെ ദൈവം നമുക്ക് തരുന്ന വില എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട്. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. പറയട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.